വരദാനങ്ങൾ ഏഴും നീ ഞങ്ങൾ കേൾക്കണമേ. വിശ്വാസത്തിൻ കാറ്റായി നീ ഞങ്ങളിൽ വീശണമേ. വരദാനങ്ങൾ ഏഴും നീ ഞങ്ങൾ കേൾക്കണമേ. വിശ്വാസത്തിൻ കാറ്റായി നീ ഞങ്ങളിൽ വീശണമേ. ദൈവമഹത്വം ദർശിക്കാൻ കൃപ നീ നൽകണമേ. ആത്മാവേ നീ വാഴണമേ പരിശുദ്ധാത്മാവേ. ദൈവമഹത്വം ദർശിക്കാൻ കൃപ നീ നൽകണമേ. ആത്മാവേ നീ വാഴണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ. വരദാനങ്ങളുമായി വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ. വരദാനങ്ങളുമായി വന്നു നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആദവും ഹവ്വയും ആദ്യത്തെ കുടുംബം അവിടെ എത്ര സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ആദവും ഹവ്വയും അവിടെ ഒരാൾ കയറി വന്നു. അവന്റെ പേരാണ് ആരാണ്? യെസ്, എന്താണ് പറയുക? പിശാച് നുണയനും നുണയന്റെ പിതാവുമാണ്. നാം നുണ പറയുമ്പോൾ നമ്മൾ ആരാവും? പറ കുട്ടികൾ, പറ. നമ്മൾ നുണ പറയുമ്പോൾ നമ്മൾ ആരാവും? എന്താ പതുക്കെ പറഞ്ഞ? ഈ സാത്താൻ നുണയനും നുണയന്റെ പിതാവുമാണ്. അവൻ വന്ന് ഈ കുടുംബം കലക്കിയത് എങ്ങനെയാണ്? ഹവ്വയോട് ചോദിച്ചു, സുഖാണോ? സുഖാണ്. നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഭംഗിയുണ്ട്. നമ്മൾ വിചാരിക്കേ ഈ പിശാച് എന്ന് പറയുന്നതിനെ വരയ്ക്കുമ്പോൾ നമ്മളെങ്ങനെയാ വരയ്ക്കുക? രണ്ട് കൊമ്പ്, ഒരു വാല് ഒക്കെ വെച്ചിട്ട്. സാത്താൻ കറുത്ത് ഇരുണ്ട ഭൂതം. സാത്താനാണ് ഏറ്റവും സുന്ദരനായ സുന്ദരിയായ മനുഷ്യൻ. സാത്താന് ഭയങ്കര സൗന്ദര്യ. നിങ്ങൾ ചോദിക്കുക, ഒരു കറുത്തിരുണ്ട ഒരു ഭൂതം വന്നിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിടുവോ? വിടില്ല. നല്ല സുന്ദരിയായിരുന്നു ഐ ലവ് യു. സാത്താൻ, നിങ്ങൾ ജീസസ് ഓഫ് നസറത്ത് സിനിമ കണ്ടോ? അതിലെ സാത്താന്റെ രൂപം കാണിക്കുന്നത് സുന്ദരിയായ ഒരു പെണ്ണിന്റെ രൂപത്തിലാണ്. സഹോദരങ്ങളെ, സാത്താനാണ് ഏറ്റവും സുന്ദരനും സുന്ദരിയും. കാരണം എന്താ? അങ്ങനെ വന്നാലേ മനുഷ്യനെ വീഴിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ കേരളത്തിലെ എത്ര ആൾക്കാരെ ഓരോ ചതിയിലും കുഴിയിലും ഒക്കെ ഒന്ന് വീണില്ലേ? സുന്ദരനായ ഒരാൾ വന്നിട്ട്, ഹലോ, ഞങ്ങൾ പുതിയൊരു സംഭവം തുടങ്ങിയിട്ടുണ്ട്, നിങ്ങളൊരു 10 ലക്ഷം രൂപ തന്നാൽ ഞങ്ങളത് പെരുപ്പിച്ചിട്ട് നിങ്ങൾക്കൊരു 10 കോടിയാക്കി തരൂ. ഓ, വെരി ഗുഡ്. ഞാൻ ടൈ ഒക്കെ കെട്ടിയിട്ടുണ്ട്, കാലുമൊരു ഷൂ ഒക്കെ ഉണ്ട്, നല്ല പാൻസാണ്, ഞാൻ വളരെ സുന്ദരനാണ്, കണ്ട നല്ല പേഴ്സണാലിറ്റി ഉണ്ട്. എന്തെടുത്ത് കൊടുക്കണേ? പിശാച് വരുന്നത് സുന്ദരനായിട്ടാണ്. ആദത്തിന്റെ ഹവ്വയുടെ അടുത്ത് വന്ന് ആ സുന്ദരനായ പിശാച് പറഞ്ഞു, ഹവ്വ, ഒരു കാര്യം ഞാൻ പറയട്ടെ. എന്താണ്? ഈ പഴം കഴിച്ചിട്ട? കഴിക്കില്ല, കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ പാടില്ല എന്ന് പറഞ്ഞേന്ന് അറിയോ? എന്താ? അതിനൊരു കാരണമുണ്ട്. എന്താ കാരണം? ഈ പഴം കഴിച്ചാലേ പറയങ്ങട് പറയും മനുഷ്യൻ കുറെ നേരം കഴിച്ചാലേ കാര്യം വന്നു. ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടിരിക്കാൻ പറ്റില്ല. കഴിച്ചാലേ ഞാൻ പറയില്ല. പ്ലീസ് പറയേ. അല്ല കഴിച്ചാലേ പറയേ. കഴിച്ചാലേ അങ്ങനെട്ട് ആളിട്ട് ഇങ്ങനെ കാട്ടി പറ. അല്ല കഴിച്ചാലേ ഇത് കുറെ നേരം പറ. എനിക്കിത് കേൾക്കണേ, തലവേദന എടുക്കും എനിക്ക്. കാര്യം പറ. കഴിച്ചാലേ നിങ്ങൾ ദൈവത്തെ പോലെയാകും. അസല് നുണയാണ് പറഞ്ഞത്. എന്താണെന്നറിയോ? ഇപ്പോഴേ തന്നെ ആദവും ഹവ്വയും ദൈവത്തെ പോലെയാണ്. അവരോടാണ് പറയുന്നത്, ഇത് കഴിച്ചാൽ നിങ്ങൾ ആരെ പോലെയാകും? അസല് നുണ, കല്ല് വെച്ച നുണ പറഞ്ഞു. അതങ്ങട് ഹവ്വ വിശ്വസിച്ചു. ആ പഴങ്ങട് പറിച്ച് ദൈവത്തെ പോലെ ആകാതെ കഴിച്ചു. സഹോദരങ്ങളെ,
എന്താ ഉണ്ടായത്? എന്താ നമ്മൾ വായിച്ചത്? സങ്കീർണ പ്രശ്നങ്ങൾ ആരംഭിച്ചു. സാത്താൻ പോയി, അവന്റെ പണി കഴിഞ്ഞു. ദാ വരുന്നു ആദേട്ടൻ. ആദേട്ടൻ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുമ്പോ ഹൗവേച്ചി ഒരു പഴം പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. ഇതെന്തത്? ഇത് പഴം. ഹൈ, ഈ പഴല്ലേ തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. ആര് പറഞ്ഞു? ആര് പറഞ്ഞു എന്നാ? ദേ തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളു. അപ്പോഴാണ് പറഞ്ഞത് ഹൗവ അതിന്റെ പാസ്വേഡ് പറഞ്ഞു. എന്താണ് പാസ്വേഡ്? കുഴപ്പമില്ല. പറഞ്ഞ് പാസ്വേഡ് പറ. നിങ്ങളുടെ വീട്ടിൽ വല്ലപ്പോഴും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട? ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പറയും എന്തെന്ന്? ഉറക്കെ പറ. ഇതാണ് പാസ്വേഡ്, ഇതാണ് പാസ്വേഡ്, ഇതിട്ട എന്ത് വേണമെങ്കിൽ തുറക്കാം. എന്താ പാസ്വേഡ്? കുഴപ്പമില്ല. നമ്മൾ എന്തെങ്കിലും പ്രശ്നം കുഴപ്പമില്ല. ഒരു സംഭവം സ്മോൾ അടിക്കാൻ പോകും, വേണ്ട, പാസ്വേഡ് പറയണം. എന്താ പറയാ? അന്നാ കഴിക്കുക. മനസ്സിലായില്ല? ഈ പാസ്വേഡ് പറഞ്ഞിട്ടാണ് നമ്മൾ എൻട്രി ചെയ്യുക. പാസ്വേഡ് കറക്റ്റായിട്ട് ഓർത്ത് വെച്ചോളൂ. എന്താ പാസ്വേഡ്? കുഴപ്പമില്ല, കുഴപ്പമില്ല. അങ്ങനെ കുഴപ്പമില്ല എന്ന് ഹൗവ പറഞ്ഞപ്പോ അത് ശരിയാവില്ല, അത് ശരിയാവില്ല, പാടില്ല എന്ന് പറഞ്ഞു. പാസ്വേഡ് റോങ് ആവാൻ തുടങ്ങി. അപ്പൊ ഹൗവ പറഞ്ഞു കഴിക്കണം. നീ കഴിച്ചോ, എന്നെ ഈ കാര്യത്തില് ഉൾപ്പെടുത്തണ്ട. നീ കഴിച്ചു, അത് നിന്റെ കാര്യം. അതുവരെ എങ്ങനെയായിരുന്നു? ആദവും ഹവ്വയും ഒരു ശരീരം, ഒരു മനസ്സ്. ഇത് കഴിച്ചോടുകൂടി എന്തായി? നീയായി നിന്റെ എന്തായി? പാടായി. അറിയാം, പാടായി. നീയായി നിന്റെ പാടായി, ഞാനില്ല. അപ്പൊ തന്നെ വിട്ടു. അപ്പൊ ഹവ്വ പറഞ്ഞു കഴിക്കണം. കഴിക്കില്ല എന്ന് പറഞ്ഞാൽ കഴിക്കില്ല. ആദേട്ടൻ നല്ല മനുഷ്യനായിരുന്നു. പക്ഷേ ഈ ഹൗവേച്ച് കഴിക്കണം കഴിക്കണം, കഴിക്കില്ല. കഴിക്കില്ലെങ്കിൽ ഒരു കാര്യം പറയാം, ഞാൻ നിങ്ങളെ സ്നേഹിക്കില്ല. എങ്ങനെയുണ്ട്? കണ്ട, നിങ്ങളോട് ഇപ്പം അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കൊരു വിഷമം തോന്നണില്ല. എന്ത്? അവള് സ്നേഹിക്കില്ലെങ്കിൽ കുഴപ്പമില്ല ചോ, എത്ര പേരെന്നെ സ്നേഹിക്കാൻ വരിയായിട്ട് നിൽക്കണം. അവള് സ്നേഹിക്കണ്ട എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും. പക്ഷേ ആദത്തിന്റെ സ്ഥിതി അതല്ല. അന്ന് ലോകത്തിൽ ആകെ കൂടി ഒരു പെണ്ണുള്ളോ? ആരാ? അവള് സ്നേഹിക്കില്ല, പിന്നെ ആരെന്നെ സ്നേഹിക്കും? പെട്ടില്. അപ്പൊ അത് പറയൂ, അങ്ങനെ പറയരുത്, എന്നെ സ്നേഹിക്കണം. സ്നേഹിക്കില്ല, കഴിച്ചാലേ സ്നേഹിക്കുള്ളൂ. അപ്പൊ മറ്റേ പാസ്വേഡ് പറയണം. എന്താ പാസ്വേഡ്? കുഴപ്പമില്ല. ഈ കുഴപ്പമില്ല ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കേൾക്കുമ്പോൾ ചെറുമലച്ചൻ പറഞ്ഞ പാസ്വേഡാണ് പറയണേന്ന് ഓർത്തിട്ട് പറഞ്ഞോളൂട്ടാ. കുഴപ്പമില്ല. അതെന്താ സാധനത്? പാസ്വേഡ്. എന്ത് കാര്യം തിന്മ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഈ പാസ്വേഡ് പറഞ്ഞിട്ടാണ് അവൻ എൻട്രി ചെയ്യുക നമ്മുടെ ഉള്ളിലേക്ക്. എന്താ പാസ്വേഡ്? ഉറക്കെ പറ. കുഴപ്പമില്ല. പ്രിയമുള്ളവരെ, അങ്ങനെ ആദത്തിനെ നിർബന്ധിച്ചപ്പോ ആകെ ഒരു പെണ്ണുള്ളൂ. ദൈവമേ, ഇവളിങ്ങനെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യും? അവസാനം ഹൗവ ആദത്തിന്റെ വായിൽ കയറ്റി കഴിക്കും. വായിലിങ്ങനെ കടിച്ചു പിടിച്ച് കഴിക്കാൻ. അപ്പൊ ആദം പറഞ്ഞു, നീ എന്തായാലും പെട്ടു, എന്നെ കൂടി പെടിപ്പിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? നീ പെട്ടില്ലേ? കഴിക്കണം. അങ്ങനെ അവസാനം വായിൽ കുത്തിക്കയറ്റി. ഇറക്ക് മനുഷ്യ. അവസാനം ഇറങ്ങിപ്പോണെന്ന് കണ്ട വശാദത്തിന് മനസ്സിലായത് പെശകണെന്ന്. കേറി ഒട്ടപ്പെടുത്തണം കഴുത്തില്. അതാണ് ഈ സാധനം, ആഡംസ് ആപ്പിൾ. ധരിക്കണം. ഞാൻ കണ്ടു, ഏതോ ഒരു ചേച്ചി തപ്പി നോക്കുന്നുണ്ട്. അത് ആപ്പിളല്ല, അത് തൈറോയിഡാണ്, ഡോക്ടറെ കാണിക്കണം. പ്രിയമുള്ളവരെ, ഞാൻ തമാശകൾ പറയില്ല. അന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അന്ന് വരെ ആ കുടുംബത്തിലെ കല്യാണം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ പോയപ്പോ എന്തോരം ചിരിച്ചു പറഞ്ഞിട്ടാ നിങ്ങൾ ഇവിടുന്ന് കല്യാണത്തിന്റെ അന്ന് പോയെന്നറിയോ? ആ പൊക്കൊക്കെ പിടിച്ചിരിക്കണ ഫോട്ടോ ഇടയ്ക്കെടുത്ത് നോക്ക് നിങ്ങൾ. എന്തോരം ചിരിച്ചു പറഞ്ഞിട്ട് പോയത് നിങ്ങളാണ്. ഇപ്പൊ 10-25 വർഷം കഴിഞ്ഞു. പള്ളിയിൽ അച്ഛൻ പറഞ്ഞു, ഇവിടെ സോവനിയർ ഒരെണ്ണം ഇറക്കുന്നുണ്ട്. 25 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ടുള്ളവരുടെ ഒരു ഫോട്ടോ തന്നാൽ അത് സോവനിയറിൽ ഇടാം എന്ന് പറഞ്ഞപ്പോ അന്തോണിയേട്ടൻ വീട്ടിൽ ചെന്നു. ആദ്യം ഒരു ഫോട്ടോ എടുക്കാൻ വരണം മറിയാമ്മോട്. അങ്ങനെ ഫോട്ടോ എടുക്കാൻ പോയി ഇവിടേക്ക്.
സ്റ്റുഡിയോയിലേക്ക്. അവിടെ ചെന്നപ്പോൾ അന്ന് അവരുടെ കല്യാണത്തിന് ഫോട്ടോ എടുത്ത ആൾ തന്നെയാണ് ഈ ഫോട്ടോഗ്രാഫർ. എന്താ അന്തോണിയേട്ടാ? ആ ഒരു ഫോട്ടോ എടുക്കണോ, പള്ളിയിൽ സോവനിയറിൽ ഇടാനാണ്, 25 വർഷമായി. ആ നിക്ക് രണ്ടെണ്ണത്തിന് ചേർത്ത് നിർത്തി, മറ്റേ കറുത്ത തുണിയൊക്കെ ഇട്ട് മറ്റേ ഫോട്ടോ എടുക്കണ സാർ. അയാളിങ്ങനെ നോക്കി. അപ്പൊ രണ്ടെണ്ണം നിൽക്കണവർ അവൻ ചേർന്ന് നിൽക്ക് ചേട്ടാ, ചേർന്ന് നിൽക്ക്. അപ്പൊ അവള് കുറച്ചൊരു ചേർന്നു. ആ ഓക്കെ, അയാളവിടെ സ്മൈൽ നോക്കിയപ്പോ രണ്ടെണ്ണം. അപ്പൊ ഇയാള് ചേട്ടാ ഒന്ന് ചിരിക്ക്, ഇവിടെ നീ ഫോട്ടോ എടുക്കടാ. അപ്പൊ രണ്ടെണ്ണം ഇങ്ങനെ മസിൽ പിടിച്ചിട്ടിരിക്കണത് എന്താ സംഭവം എന്ന് അവർക്കറിയില്ല. അപ്പൊ ചേച്ചിയെ ചിരിക്ക്, ചേച്ചിയെ ഡാ നീ ചേച്ചീനെ ചിരിപ്പിക്കണ്ട, നീ ഫോട്ടോ എടുത്താൽ മതി പറഞ്ഞു. അപ്പൊ അമ്മ അങ്ങനെ ആയിക്കോട്ടെ. ഫോട്ടോ എടുത്തപ്പോ രണ്ടെണ്ണം ഇതെങ്ങനെ നിൽക്കണേ. സോവിനിയറിൽ വരുമ്പോ ഉണ്ടല്ലോ ഇതെന്തെങ്ങനെ നിൽക്കണ രണ്ടുപേരും. പ്രിയമുള്ളവരെ, എത്ര സന്തോഷത്തോടെ പോയതാണ് ഇവിടുന്ന്. ആദവും ഹവ്വയും എല്ലാ സൗഭാഗ്യങ്ങളും അവർക്കുണ്ടായി. എവിടെ പറ്റി പ്രിയമുള്ളവരെ? മനസ്സുകൾ അകന്നു, തിന്മ കടന്നു വന്നു. എന്താണ് തിന്മ കടന്നു വന്നത്? ദൈവത്തെ, ദൈവത്തിന്റെ കൽപ്പനകളെ, ദൈവത്തിന്റെ ഇഷ്ടത്തെ നാം മറന്നപ്പോ നമ്മളെ ചേർത്ത് നിർത്തുന്നത് എന്താണെന്നറിയോ? കർത്താവിനോടുള്ള സ്നേഹം എൻ്റെ സ്നേഹത്തെ ദൈവികമാക്കി, കർത്താവിനോടുള്ള ബന്ധം എൻ്റെ ബന്ധത്തെ ദൈവികമാക്കി. മാതാപിതാക്കളെ, നിങ്ങൾ അപ്പനും അമ്മയുമായിട്ടുള്ളത് സർക്കാർ ഒപ്പിട്ട് തന്നത് കൊണ്ടല്ല, കർത്താവ് യോജിപ്പിച്ചതാണ് നിങ്ങളെ. കർമ്മി പറഞ്ഞ് ഹല്ലേലൂയ. എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെ കർത്താവ് യോജിപ്പിച്ചതാണ്. മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ എന്ന വചനം ഓർത്തിരിക്കണം. കർത്താവാണ് നിങ്ങളെ യോജിപ്പിച്ചത്. ആ യോജിപ്പിച്ചവന്റെ വാക്കുകളാണ് നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടത്. എന്തുണ്ടായി? അന്ന് ആ പാപം ചെയ്ത അന്ന് മുതൽ അവരുടെ ജീവിതത്തിലെ സങ്കീർണ പ്രശ്നങ്ങൾ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് ആദം ഹവ്വേനെ നോക്കിയിട്ട് പറയും, നീ ഒരുത്തി കാരനാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായി. പറുദീസയിൽ നിന്ന് പുറത്താക്കി, ഇപ്പൊ നമ്മുടെ ചെക്കൻ ഒരെണ്ണത്തിനെ കൊന്നു, നീ ഒരുത്തി കാരനാണ്, നീ ഒരുത്തികാരൻ. അപ്പൊ ഹവ്വ പറയും, കുറെ നേരം എന്റെ മെക്കെട്ട് കയറാൻ തുടങ്ങിയിട്ടുണ്ട്, ഇതെന്തിനാ എന്നെ മാത്രം കുറ്റം പറയണേ? നീയല്ലേ മിണ്ടരുത്, നീ തന്നിട്ടല്ലേ. ഞാൻ തന്നാ തനിക്ക് തിന്നേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പലതും തരും, താൻ എന്തിനാ തിന്ന, പിന്നെ എന്റെ മെക്കെട്ട് കയറാൻ നിൽക്കണേ. അന്ന് മുതൽ ആ വീട്ടിൽ എന്നും കലഹം. ഏത് വീട്ടിൽ? ഏത് വീട്ടിൽ? നിങ്ങളുടെ വീട്ടിലല്ല. ആരുടെ വീട്ടിൽ? ആദത്തിന്റെ. എന്താ പ്രശ്നം? ആദം പറയും നീയാണ് കുറ്റക്കാരൻ. അപ്പൊ ഹവ്വ പറയും, നീ എന്നെ കുറ്റം പറയണ, താനും തിന്നില്ലേ? അത് ഞാൻ തിന്നത് നീ തന്നിട്ടല്ലേ. തന്നാ തിന്നോ, തിന്നാണ്ടിരിക്കായിരുന്നില്ലേ? പിന്നെ എന്തിനു കുറ്റം പറയുന്നത്? ഞാനും തിന്നു, ഞാനും തിന്നു, ഞാനും തിന്നു, അത്രയ്ക്കേ ഉള്ളൂ. ഇനി അങ്ങോട്ട് ഇങ്ങോട്ട് വഴക്ക് കൂടാൻ നിൽക്കണ്ട. മനസ്സിലായിണ്ട? എന്താ വചനം വായിച്ചത്? പ്രിയന്റെ മാതാപിതാക്കളെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സങ്കീർണ പ്രശ്നങ്ങൾക്ക് കാരണം ദൈവമല്ല. ഇത് പറയാൻ എത്ര പറഞ്ഞേ? ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സങ്കീർണ പ്രശ്നങ്ങൾക്ക് കാരണം നമ്മൾ തന്നെയാണ്. നമ്മുടെ മാതാപിതാക്കളായിരിക്കാം, നമ്മളായിരിക്കാം. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോ നമ്മൾ അനുഭവിക്കുന്ന സങ്കീർണ പ്രശ്നങ്ങൾക്ക് കാരണം നമ്മൾ തന്നെയാണ്. കർത്താവിന്റെ വചനങ്ങൾ കേട്ട് നമ്മുടെ ഈ ഇടവകയാകുന്ന ഈ മഹാകുടുംബം, ഇടവക എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ, ഇത് കുടുംബങ്ങളുടെ കുടുംബമാണ്. ഈ ഇടവക കുടുംബങ്ങളുടെ കുടുംബം. വെളിപാടിന്റെ പുസ്തകം 21-ാം അധ്യായം 3-ാമത്തെ വചനം അച്ഛൻ വായിക്കും, നിങ്ങൾ അത് ഏറ്റുപറയുകയും ചെയ്യും. ഇതാ ദൈവത്തിന്റെ കൂടാരം, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ. ഒരുമിച്ച് പറഞ്ഞാൽ, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ. അതാണ് ഇരിക്കുന്ന ദേവാലയം. പ്രിയമുള്ളവരെ, ഇതാണ് നിങ്ങളുടെ യഥാർത്ഥ വീട്, ഭവനം, വീട്. നിങ്ങൾ താമസിക്കുന്ന സ്ഥലം ഉണ്ടല്ല, അത് സെക്കൻഡ് ഹോം, അത് രണ്ടാമത്തെ വീടാണ്. ഇതാണ് നിങ്ങളുടെ യഥാർത്ഥ ഭവനം, ഈ ഇടവക ദേവാലയം. ഇത് പണിയാൻ നിങ്ങളാണ് ഇതിന് മുതൽ മുടക്കിയത്. കർത്താവിന് ആലയം പണിതവരാണ് നിങ്ങൾ.
ഇതാണ് നിങ്ങളുടെ ഭവനം. യഥാർത്ഥ ഭവനം ഇതാണ് മാതാപിതാക്കളെ. നിങ്ങൾ മാമോദിസ സ്വീകരിച്ചത് എവിടെയാ? പറ. ഈ പള്ളിയിൽ. സ്ഥൈര്യലേപനം സ്വീകരിച്ചത് എവിടെയാ? ഈ പള്ളിയിൽ. നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ ക്ഷമ രുചിച്ചറിഞ്ഞത് എവിടെയാ? ആ കുമ്പസാരക്കൂട്ടിൽ. നിങ്ങളെ കർത്താവിന്റെ ശരീരവും രക്തവും പങ്കുവെച്ച് അനുഭവിക്കുന്നത് എവിടെയാ? ഈ ദേവാലയത്തിൽ. മരിച്ചു കഴിഞ്ഞാൽ എവിടേക്കാ വരിക? എവിടേക്കാ വരിക? വീട്ടിലടങ്ങുമോ? ഇങ്ങോട്ട് കൊണ്ടുവരും. കാരണം എന്താ? ഇതാണ് നിന്റെ ഭവനം. എന്നിട്ട് നിന്നെ അവിടെ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ പറയും. സാധാരണ കപ്പ്യാരാണ് പറയുക. എന്തെന്നാ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ദൈവത്തിന്റെ ഭവനമേ. ബാക്കി എന്താ? ദൈവത്തിന്റെ ഭവനമേ പറ. നിന്നോട് ഞാൻ യാത്ര പറയുന്നു. ആത്മീയ ബാലകരെ, നിങ്ങളോട് ഞാനും യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നെങ്കിലും എൻ്റെ സ്നേഹം എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഇത് പറയുമ്പോൾ തന്നെ മരിച്ച പോലെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ, എൻ്റെ അമ്മ മരിച്ച? ഇല്ല, മരിച്ചിട്ടില്ല. ഞാൻ നിങ്ങളിൽ അകന്നു പോകുന്നെങ്കിലും എൻ്റെ സ്നേഹം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഇതാണ് നിങ്ങളുടെ ഭവനം. ഈ ദേവാലയം നിങ്ങൾ എന്തിനിത്ര കഷ്ടപ്പെട്ട് പണിതുണ്ടാക്കി? ഇത് നിങ്ങളുടെ ഭവനമാണ്. ഇത് കർത്താവിന്റെ കൂടാരം, മനുഷ്യരോടുകൂടെ. പറഞ്ഞേ, കർത്താവിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ. വെളിപ്പാടിന്റെ പുസ്തകം 21:3. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ, അവിടുന്ന് അവരോടൊത്തു വസിക്കും. അവിടുന്ന് അവരോടൊത്തു വസിക്കും. അവർ അവിടുത്തെ ജനമായിരിക്കും. അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ഞാൻ വിദേശത്തൊരു സ്ഥലത്ത് ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞു, എന്തെണ്ട? ഞാനങ്ങനെ പള്ളിയിലേക്ക് പോക്കും ദൈവവിശ്വാസമൊന്നും ഇല്ലാത്ത ഒരാളാണ്. ചെറുപ്പം മുതൽ അങ്ങനെയാണ്. കല്യാണം കഴിക്കുമ്പോൾ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നീ വേണമെങ്കിൽ പള്ളിയിൽ പോക്കോ, എനിക്ക് വിശ്വാസമില്ല, ഞാൻ പള്ളിക്ക് വരില്ല. അവൻ ദൈവത്തോടൊരു ചോദ്യം ചോദിക്കും. ആ ഉത്തരം എനിക്ക് കിട്ടിയാൽ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കും. എന്താണ് ദൈവത്തോട് അവൻ ചോദിക്കുന്ന ചോദ്യം? മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതം ഉണ്ടോ ഇല്ലയോ? അവരിവരും പറഞ്ഞിട്ട് ഞാൻ വിശ്വസിക്കില്ല, എനിക്ക് ബോധ്യമാകണം. ശ്രദ്ധിച്ചു കേട്ടോളോ. മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതം ഉണ്ടോ ഇല്ലയോ? അച്ഛൻ പറഞ്ഞു, സിസ്റ്റർ പറഞ്ഞു, കാറ്റീസം അധ്യാപകൻ പറഞ്ഞൊരു കാര്യമില്ല, എനിക്ക് ബോധ്യമാകണം. ഇങ്ങനെ എന്തോരം പേര് ഈ ലോകത്തുണ്ടെന്നറിയാം. സഹോദരങ്ങളെ, അവൻ ദൈവത്തോട് ഒരു കണ്ടീഷനും വെച്ചു. എനിക്ക് ബോധ്യപ്പെടാൻ എന്നെ തൊടാം, എൻ്റെ മോനെ തൊടാം. ഒരു മോനുണ്ട് അവന്, ഇമ്മാനുവേൽ എന്നാണ് ആ മോൻ്റെ പേര്. എൻ്റെ മോനെ തൊടാം, എന്നെ തൊടാം, പക്ഷെ എനിക്ക് ബോധ്യപ്പെടണം. മരിച്ചു കഴിഞ്ഞാൽ, ഈ ലോകത്തിൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ടോ? അവൻ ഒരു ദിവസം അവൻ്റെ വീട്ടിൽ കിടന്നുറങ്ങുകയാണ്. ആകെ ഒരു മോനുള്ളൂ. ആ മോൻ്റെ കരച്ചിൽ കേട്ട് അവനും ഭാര്യ ഓടി മുറിയിൽ വന്നു. നോക്കുമ്പോൾ കുട്ടി കിടന്ന് പനിച്ചു വിറയ്ക്കുക. 102, 103, 104 പനി കയറണേ. ഉടനെ തന്നെ ആംബുലൻസ് വിളിച്ചു. നാട്ടുകാരെല്ലാവരും ഓടി വന്നു. പ്രാർത്ഥനയായി, കരച്ചിലായി. ഒരു അസുഖം ഉണ്ടായിരുന്നില്ല. എല്ലാവരും കരയുന്നുണ്ടെങ്കിലും ഇവൻ കരയുന്നില്ല. ഇവൻ്റെ മനസ്സിലൊരു ചോദ്യമുണ്ട്. എന്താണ്? മരിച്ചു കഴിഞ്ഞാൽ പറ, ഒരു ജീവിതമുണ്ടോ? എനിക്കറിയണം. എന്നെ തൊടാം, എൻ്റെ മോനെ തൊടാം. ആശുപത്രി കൊണ്ടുപോയി ഡോക്ടർമാർ പരിശോധിച്ചു. കുറേ ഗ്ലൂക്കോസൊക്കെ കൊടുത്തു, മരുന്നുകളൊക്കെ കെട്ടി ഇഞ്ചക്ഷൻ എടുത്തു. ഒന്നും പിടികിട്ടിയില്ല. 3-4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കുട്ടി ആശ്വാസത്തിലായി, പനി മാറി. ഡോക്ടർമാർ പറഞ്ഞു, കുഴപ്പമില്ല, വീട്ടിൽ കൊണ്ടുപോക്കുക. എന്താണെന്നറിയില്ല. വീട്ടിൽ കൊണ്ടുവന്നു. കുട്ടിയെ കിടത്തി അവർ ബെഡ്റൂമിലേക്ക് പോയി, ഭാര്യയും ഭർത്താവും.
പക്ഷെ ഇയാൾ ഉറങ്ങണില്ല. ഇയാളുടെ മനസ്സിൽ ആ ചോദ്യം, എന്നെ തൊടാം, എൻ്റെ മോനെ തൊടാം, എനിക്കറിയണം മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ടോ. എന്നെ കേൾക്കുന്ന നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നവരുടെ തലേന്ന് എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ വരുന്നുണ്ട്. പല ആൾക്കാരും ഈ ചോദ്യം മനസ്സിൽ ചോദിച്ചിട്ടുള്ള ആൾക്കാരാണ്. മിണ്ടാണ്ടിരിക്കണമെന്ന് മാത്രമേ, മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ടോ? അതാണ് ക്രിസ്തു ഈ ലോകത്ത് കൊണ്ടുവന്ന് തന്നിട്ടുള്ളത്. അത് ബോധ്യപ്പെട്ടാൽ നിങ്ങളുടെ എല്ലാ സങ്കീർണ പ്രശ്നങ്ങളും മാറും. കരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മാതാപിതാക്കളെ, മണിക്കൂറുകൾ കഴിയുമ്പോൾ ഇവൻ അവൻ്റെ മുറിയിൽ ചെന്ന് കുട്ടിയെ നോക്കും. കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ? അവൻ പെട്ടെന്ന് മയങ്ങിപ്പോയി. രാത്രിയിലാണ്. പെട്ടെന്ന് എഴുന്നേറ്റ് ഓടിച്ചെന്ന് കുട്ടിയുടെ മുറിയിൽ ചെന്ന് നോക്കുമ്പോൾ കുട്ടി തണുത്ത് കിടക്കണം, അനങ്ങളില്ല. ഉടനെ ഭാര്യനെ വിളിച്ച് ഓടി വന്നു. വീണ്ടും ആൾക്കാരൊക്കെ ഓടിക്കൂടി. കുട്ടി ഇപ്പോൾ തണുത്തട്ട കിടക്കണേ, തളർന്ന് കിടക്കണോ, അനക്കമില്ല, ചെറിയ മിടിപ്പ് മാത്രം. ഇവൻ ആ കുട്ടീനെ മടിയിലെടുത്ത് എല്ലാവരും പ്രാർത്ഥനയായ മുറിയിലെ വീട്ടിലെ യേശുവേ യേശുവേ എന്നൊരു വിളിയായി. ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഇവൻ്റെ മനസ്സിൽ നിന്ന് പല പല ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങി. എന്നെ തൊടാം, എൻ്റെ മകനെ തൊടാം, എനിക്കറിയണം മരിച്ചാൽ മറ്റൊരു ജീവിതമുണ്ടോ. അങ്ങനെ ആ മടിയിൽ കിടക്കുന്ന കുട്ടി കണ്ണു തുറന്നു. എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടി കണ്ണു തുറന്ന് ഇവൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഈ കുട്ടി പറഞ്ഞു, ഡാഡി, ഏഞ്ചൽസ് കമ്മിങ്, ഡാഡി, ജീസസ് കമ്മിങ്, ഡാഡി, ജീസസ് കമ്മിങ് എന്ന് പറഞ്ഞ് കണ്ണടച്ച് ആ കുട്ടി അവൻ്റെ മടിയിൽ കിടന്ന് മരിച്ചു. കൂട്ടക്കരച്ചിലായി എല്ലാവരും. പൊട്ടിക്കരച്ച് നടന്ന സംഭവം അച്ഛൻ പറയണത്. പ്രിയമുള്ളവരെ, പാപം മൂലം നമുക്ക് പറ്റില്ലെന്നിട്ട് ഈ ലോകത്തിലെ സുഖങ്ങൾ, ഈ ലോകത്തിൽ മരിക്കണ വരെ ആസ്വദിക്കുക. മരിച്ചതിന് ശേഷം ഒരു ജീവിതമുണ്ടോ? ഡേവിഡ് സർമലച്ചൻ ബോധ്യപ്പെട്ടിട്ട് ജീവിക്കണം. നിങ്ങളും മരിച്ചതിന് ശേഷം യേശുവിന്റെ വാക്കുകൾ ഓർക്കണം. ഞാൻ വരും നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ. അവസാന വിധി ദിവസം എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടും. കർത്താവിന്റെ വചനത്തിന് മാറ്റമില്ല സഹോദരങ്ങളെ. ഇതോർത്തിട്ട് വേണം നാം ജീവിക്കാൻ അവന്റെ വഴികളിലൂടെ. ഇവൻ മാത്രം കരഞ്ഞില്ല, ബാക്കി എല്ലാവരും കരച്ചില്ല. പലവനെ പിടിച്ച് കുലുക്കി, ഡാ നീ ഇത് കരയേ. അവൻ കരയണില്ല. അവന്റെ മനസ്സിൽ ആ ചോദ്യമാണ്, മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ടോ ഇല്ലയോ. എന്നെ തൊടാം, എൻ്റെ കുട്ടിയെ തൊടാം. കുട്ടി മരിച്ചു. മൃതസംസ്കാരം കഴിഞ്ഞിട്ട് പോലും ഇവനൊരു തുള്ളി കണ്ണീര് വീഴ്ത്തിയില്ല. ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറഞ്ഞു, സീരിയസ് ആണ് ഇവൻ്റെ അവസ്ഥ. ഇവൻ കരഞ്ഞില്ലെങ്കിൽ അപകടമാണ് അവന് സംഭവിക്കാൻ പോണത്. നമ്മുടെ വിചാരം ഈ കരയണത് മോശമാണെന്നുള്ളതാണ്. കരയണത് നല്ലതാ. ഇന്ന് തന്നെ വേണമെങ്കിൽ പോയിട്ട് കുറച്ച് കരഞ്ഞോ, അല്ല സൗകര്യമുള്ളവർ കരഞ്ഞോ. ഈ കരഞ്ഞാലുണ്ടല്ല കുറച്ച് നമുക്ക് ആശ്വാസം കിട്ടും. എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം? കരഞ്ഞ ആശ്വാസം കിട്ടുമോ? കിട്ടും. ബുദ്ധിമുട്ട് വരുമ്പോൾ ആ ബാത്റൂമിൽ കയറി വാതിലടച്ചിട്ട് അങ്ങടെ കരഞ്ഞോ. അപ്പൊ നമുക്ക് ഈ കരച്ചിലുണ്ടല്ലോ, തമ്പുരാൻ തന്നിട്ടുള്ള ഒരു ആശ്വാസത്തിൻ ഉറവിടമാൻ ക്രിസ്തു എന്ന് പറഞ്ഞ പോലെ കരയണത് നല്ലതാ. നിങ്ങൾ നോക്കിക്കോ, ബൈബിളിൽ നിങ്ങൾ വായിച്ചു നോക്കിക്കോ. ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ എല്ലാവരും കരഞ്ഞിട്ടുണ്ട്. പാപിനിയായ സ്ത്രീയെ കല്ലെറിയാൻ കൊണ്ട് നിർത്തിയില്ലേ? അവളിപ്പ ചാവുമെന്നാണ് അവൾ കരുതിയത്. കല്ലുകൾ തുരുതുരാ വീഴും. അവിടെ അവൾ കരഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ കർത്താവിന്റെ വചനം കേട്ടതിന് ശേഷം അവൾ വീണ്ടും കരഞ്ഞു. മകളെ, നിന്നെ ആരും കല്ലെറിഞ്ഞില്ലേ? ഇല്ല. അതിനെന്തിനൊക്കെ അറിയണേ? സന്തോഷം കൊണ്ട്. അത് രണ്ടാമത്തെ കരച്ചിലാ. ദൈവത്തിന്റെ സ്നേഹം കേട്ടപ്പോൾ, യേശുവിന്റെ വാക്കുകൾ കേട്ടപ്പോൾ പൊട്ടിക്കരഞ്ഞു. ആ കരച്ചില് നമുക്ക് ആശ്വാസമാണ്. 3 പ്രാവശ്യം തള്ളി പറഞ്ഞ പത്രോസ് ഉണ്ടല്ലോ, കർത്താവ് വിളിച്ചിട്ട്, പത്രോസേ
നീയണ്ട ആദ്യത്തെ മാർപ്പാപ്പ, വേണ്ട വേണ്ട. എന്തിനാ നീ കരയണേ? എന്തിനാ കരയണേ നീ? കരഞ്ഞ് 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 പത്രോസിന്റെ കണ്ണീന്ന് ഒരു ചാലുണ്ടായിരുന്നു. മരിക്കണ വരെ കരഞ്ഞു പത്രോസ്. തെറ്റ് ചെയ്തതിനോർത്ത് കരഞ്ഞു കുറെ, പിന്നെ കർത്താവിന്റെ സ്നേഹത്തെ ഓർത്തിട്ട് കരഞ്ഞു. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, എല്ലാവരും നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ സ്നേഹം ഓർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? പാടിക്കൊണ്ടിരിക്കുക നിങ്ങളിങ്ങനെ. സഹോദരങ്ങളെ, പത്രോസ് കരഞ്ഞു, പൗലോസ്ലീഹ കരഞ്ഞു, പൗലോസ്ലീഹ കണ്ണ് കാണാതെയായി. നീ ചെല്ലുക പ്രവാചകന്റെ അടുത്തേക്ക്. അവന്റെ കണ്ണിൽ നിന്ന് പടലങ്ങൾ കൊഴിഞ്ഞു വീണു, അവന്റെ കണ്ണ് തുറന്നു, അവൻ പൊട്ടിക്കരഞ്ഞു. എമാവുസിലേക്ക് പോയ ശിഷ്യന്മാർ കർത്താവ് മരിച്ചു എന്ന് കേട്ടപ്പോൾ എല്ലാം അവസാനിച്ചു എന്ന് കരുതിയ ശിഷ്യന്മാർ അപ്പം മുറിച്ച് കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. അവൻ പറഞ്ഞപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞിട്ടാണ് അവർ ജെറുസലേമിലേക്ക് ഓടിച്ചെന്നത്. മഗ്ദലന മറിയം, അവൾ കർത്താവിന്റെ കല്ലറയിലേക്ക് ചെന്നു. എന്റെ ഗുരുവിനെ നിങ്ങൾ എവിടെ എടുത്തു കൊണ്ടുപോയി? അവൾ കരഞ്ഞു. ആ കരച്ചിൽ അവിടെ വെച്ച് അവസാനിച്ചു. ചോദിച്ചു, മറിയം, ഗുരു. അവൾ വീണ്ടും കരഞ്ഞു, നീ ഇന്ന് ജീവിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, കർത്താവിനെ നിങ്ങൾ അനുഭവിച്ചറിയണം. മക്കളെ അനുഭവിച്ചറിഞ്ഞു, ഭർത്താവിനെ അനുഭവിച്ചറിഞ്ഞു, ഭാര്യയെ അനുഭവിച്ചറിഞ്ഞു, ഭക്ഷണം രുചിച്ചറിഞ്ഞു. കർത്താവിനെ അനുഭവിച്ചറിയുന്നവരുടെ പേരാണ് ക്രിസ്ത്യാനി. നിങ്ങൾ കർത്താവിനെ അനുഭവിച്ചറിഞ്ഞാൽ കർത്താവിന് വേണ്ടി നിങ്ങൾ മരിക്കും. അങ്ങനെ മരിച്ചവന്റെ മക്കളാണ് നമ്മൾ. ആരാ അങ്ങനെ മരിച്ചത് കർത്താവിന് വേണ്ടി? ആരുടെ മക്കളാ നമ്മൾ? തോമാശ്ലീഹയുടെ മക്കളാണെന്ന്. നമുക്ക് അവനോട് കൂടെ പോയി പറ, നമുക്ക് അവനോട് കൂടെ പോയി എന്ന് പറഞ്ഞ തോമാശ്ലീഹയുടെ മക്കളാണ് നമ്മൾ. നിങ്ങൾ ആലോചിച്ച് നോക്കിയ പ്രിയമുള്ളവരെ, തോമാശ്ലീഹ എങ്ങനെയാണ് പറയാൻ പറ്റിയേ? മരിക്കാന്നാ? അതേന്ന്. എന്തേ? മരിച്ചാൽ നമ്മൾ ഉയർക്കടാ. സഹോദരങ്ങളെ, ഈ കുട്ടികൾക്ക് എത്ര പേർക്ക് ബോധ്യമുണ്ട്? റാണി മരിയയുടെ മാതാപിതാക്കൾ തങ്ങളുടെ പൊന്നോമന മകളെ കുത്തിക്കൊലപ്പെടുത്തിയ ഘാതകനെ വീട്ടിൽ കൊണ്ടിരുത്തിയിട്ട് ആ കൈകൾ മുത്തിയിട്ട് ഭക്ഷണം കൊടുക്കുമ്പോ സ്വർഗം സന്തോഷിച്ചില്ലേ? എന്താ അവരുടെ ഹൃദയത്തിൽ കടന്നു വന്നത്? വേദനകളുടെ നടുവിലും ദൈവത്തിന്റെ സ്നേഹത്തെ അവർ മറന്നില്ല.